നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമല്ല. പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉള്ളൊരു സംശയമാണ്, എങ്ങനെ ഈ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യനകത്ത് മറ്റുള്ള വണ്ടികൾ കയറ്റുന്നത്, മോഡ് വെഹിക്കിൾസ് എങ്ങനെയാണ് കയറ്റുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാൻ പോകുന്നു. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, അതായത് ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കും. നേരെ വീഡിയോ ഇടുക. ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ റേറ്റിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തിൽ പിടിച്ചിട്ട് ഇത് ഏറ്റവും ടോപ്പ് ആക്കുക. ഏറ്റവും ടോപ്പ് ഇവിടെ മോഡ് ബൂസീഡ് ട്രക്ക് ടവാലെന്ന് പറഞ്ഞ സംഭവം വരും. അത്തേ പിടിച്ച് നിൽക്കുക. അതിനുശേഷം ഞങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പാണ്. ഇത് 1 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. ബാക്കിയും എത്ര ഇതുണ്ട്, പക്ഷെ നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഇത് നേരം ഓപ്പൺ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടൊന്നും പ്രശ്നമില്ല. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അന്നേരം ഫസ്റ്റ് നമുക്ക് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, അല്ലാതെ കാര്യമില്ല. ഫസ്റ്റ് നമുക്കൊരു ബസ് എടുത്ത് കാണിക്കാം നിങ്ങളെ. അതിനെന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 4U എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള. അതാ 4U എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൻ്റെ അകത്തുണ്ട്. കാറുകളുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് മോഡ്സ് ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും പുതിയ മോഡ്സ് വേണം. അതിപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ നോക്കാം, അന്നേരം അത് കാണിക്കാം. എന്താണ് ലോഡ് ആവുന്നില്ല. പക്ഷെ നമുക്ക് കാറ്റഗറി പോയേ. അതായത് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ കാറ്റഗറിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ കാറ്റഗറിയുടെ ഓപ്ഷൻ നമുക്കണം. അന്നേരം കാറ്റഗറിയുടെ ഓപ്ഷനിൽ നമുക്ക് ബസ്സുണ്ട്, ട്രക്കുണ്ട്, വേറെ ഇതുണ്ട്, മോട്ടറുണ്ട്. ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് കാർസ് കിട്ടും. നമുക്ക് കാർസ് അല്ല വേണ്ടത്, നമുക്കൊരു കാറും എടുത്ത് കാണിക്കാം. നമുക്ക് ഒരു കാറും ബസ്സും എല്ലാം നിങ്ങൾ എടുത്ത് കാണിക്കാം. അതെ, ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ മാപ്സും ഉണ്ട്. ഒരു മാപ്പും എടുക്കാം നമുക്ക്. എല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു ബസ് എടുത്ത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ബസ് എടുക്കാം. വോൾവോയുടെ ജെറ്റ് ബസ്സാണ്. ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിൻ്റെ അത് ഓരോരോ സ്റ്റെപ്സ് വരെയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ യെസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഡൗൺലോഡിങ് കണക്റ്റഡ് ടു സെർവറിന്ന്. അതിന് ഇത് ഇച്ചിരി സമയം എടുക്കും. കാരണം ഇത് നമ്മുടെ മെയിൻ വണ്ടിയുടെ ഇതാണ് എടുക്കുന്നത്, ബോഡി. അത് നമുക്ക് ഡൗൺലോഡ് ആയതിനു ശേഷം കാണാം. ഫ്രണ്ട്സ് എന്തായാലും നമ്മൾ ചിലപ്പോഴൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തത് ഈ സാധനം നിങ്ങൾ കാണിച്ചു തരാം. ഈ സാധനം ചിലപ്പോൾ കാണാറില്ല, ഇത്രയും വശമേ കാണാറില്ല. അതുകൊണ്ട് അങ്ങനെ കാണാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 2 ഓപ്ഷൻ്റെ മുകൾ വശം മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ ഈ സൈഡിലത്തെ ഓപ്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ സൈഡിലത്തെ ഓപ്ഷൻ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും വരാറുള്ളതാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് പോസ് എന്ന് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇൻസ്റ്റാളിൽ തവർത്താൻ നേരത്ത് ഇങ്ങനെ മുകളിലത്തെ ബട്ടൺ മാത്രമേ കാണത്തുള്ളൂ, ഇച്ചിരിയേ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ അതുകൊണ്ട് പേടിക്കുകയൊന്നും പാടില്ല. കാരണം ഇച്ചിരി താഴോട്ടായി പോകുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം കാര്യങ്ങളും ഓക്കെ തന്നെയാണ്. ഫ്രണ്ട്സ് എന്നാൽ നമ്മുടെ മോഡ് ആവാൻ പോവാണ്. 45% ആയി, 46 ആയി, ഇനി ലാസ്റ്റാണ് 47.16 ആവണം. ഒക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെ ബാക്കിലോട്ട് പോകാൻ പാടില്ല. കാരണം ഇനി ഇവിടെ ഒരു സംഭവം കൂടെ നടത്താനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ സ്കിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഇത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, ലിവറി. നിങ്ങൾക്ക് വേണമെങ്കിൽ നീല ലിവറി എടുക്കാം, ഈ ഗ്രേ ലിവറി എടുക്കാം, വെള്ള ലിവറി എടുക്കാം, പച്ച ലിവറി എടുക്കാം. നമുക്ക് ഏതാ എടുക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കാം. അന്നേരം നമ്മൾ വണ്ടി ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ ലിവറി എടുക്കണം, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ലിവറി ഡൗൺലോഡ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിലും ചെയ്യാം. അതൊരെണ്ണം ഡൗൺലോഡ് ചെയ്യാം. കാരണം അത് പെട്ടെന്നാവും. കാരണം ഒറ്റ ഒരു സ്കിന്നാണ്, പെട്ടെടുന്നത് ആയിക്കോളും. ഇച്ചിരി നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. കാരണം ഈ സ്കിന്ന് ഉറപ്പായിട്ട് എടുക്കണം. കാരണം ഈ സ്കിന്ന് എടുത്തില്ലെങ്കിൽ നമ്മുടെ വണ്ടി വെള്ള കളറിൽ ഊട്ടിയിരിക്കും, അത് കാണാൻ ഒരു സുഖം കാണത്തില്ല. ഇതെല്ലാം അതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോകും. അന്നേരം നമ്മുടെ ഗെയിം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ബസ് സിമുലേറ്റർ ID. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുഗാട്ടിയാണ്. അത് നമ്മൾ വേറൊരു ദിവസം എടുത്തായിരുന്നു. അതായത് ഫസ്റ്റ് നമ്മുടെ മോഡിൽ പോകണം. അതിനുശേഷം ഇവിടെ കാണാൻ വരുന്നുണ്ട് ജെറ്റ് ബസ്, അതാണ് നമ്മളിപ്പോൾ എടുത്തത്. പിന്നെ നമ്മൾ അതെടുത്തതിന് ശേഷം ബാക്കിൽ പോകണം. പിന്നെ നമ്മുടെ ഗ്യാരേജിന് അവിടെ പോകണം.
ഇതാണ് നമ്മുടെ ജെറ്റ് ബസ്. ഇതാണോ ഇതേലത്തെ ഓരോ ജെറ്റ് ബസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്കൊരു സംശയം. അതുകൊണ്ടാണ് നോക്കി നോക്കാം. അത് തന്നെയാണ് ആ ജെറ്റ് ബസ്. നമ്മൾ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കാതെ അതിൻ്റെ അത് വണ്ടി കയറ്റാറുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ കാണാത്ത ഇച്ചിരി പുതിയ വണ്ടികളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. നമുക്കൊന്ന് നമ്മുടെ വണ്ടി ഇതാണ് വണ്ടി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഭയങ്കര ഡീറ്റെയിൽ ആണ്. ഇവിടെ വോൾവോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, മോള് വശം ഉണ്ട്. അന്നേരം ഇതാണ് നമുക്ക് ഇനി വണ്ടി. ഇനി നമുക്ക് എന്താണെങ്കിലും നമുക്ക് മാപ്പ് എടുക്കണം. മാപ്പും അതേ കൂട്ട് തന്നെയാണ്, ചെല്ലുക, ഇൻസ്റ്റാൾ ചെയ്യുക. പക്ഷെ അതിനകത്ത് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് വെഹിക്കിളും മോഡും. നിങ്ങൾ ചുമ്മാ അത് പോയി അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഇൻസ്റ്റാൾ ബട്ടൺ അവിടുത്തെ ഏതാണെന്ന് വെച്ചാൽ. പിന്നെ ഇത് വെഹിക്കിളായിരിക്കും നടക്കുന്നത്, അത് മാപ്പിലോട്ടാക്കുക. പിന്നെ നിങ്ങളിവിടെ എടുത്തിരിക്കുന്ന മാപ്പ് ഇവിടെ വരും, അത്തേ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇവിടെ പ്ലേ എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ വരും. അന്നേരം അത്തേ പിടിച്ച് ഞെക്കുക. അന്നേരം നമ്മൾ നേരെ നമ്മുടെ ഗെയിമിലോട്ട് പോകുന്നതാണ്. അന്നേരം നമുക്ക് വേറൊരു മാപ്പ് നിങ്ങൾ എടുത്ത് കാണിക്കാം. ഫ്രണ്ട്സ്, അന്നേരം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കാറ്റഗറി പോവാം. കാറ്റഗറി ക്ലിക്ക് ചെയ്തു. പിന്നെ ഇവിടെ മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത്തേ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മാപ്പ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏത് വേണേലും ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. കുറേ കോടിക്കണക്കിന് മാപ്പുകളുണ്ട്, നമുക്ക് ഇഷ്ടംപോലുണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കയറ്റമുള്ളതുണ്ട്, കാടുള്ളതുണ്ട്, ഓഫ് റോഡിങ് ഉണ്ട്, അത്രയും പിന്നെ കുറേ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. അതായത് നമുക്കൊരു ഓഫ് റോഡിങ് ആയിട്ടുള്ള ഒരെണ്ണം ചെയ്യാം, കാരണം എല്ലാവർക്കും ഓഫ് റോഡിങ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അല്ലാതെ ഇവിടെ കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഓഫ് റോഡിങ്ങിൻ്റെ തന്നെ ചെയ്യാം. കാരണം ഇത് വേറെ ഓഫ് റോഡ് മാപ്പാണ്, ഇതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. ഇത് വലിയൊരു ഫയലാണ്, അതുകൊണ്ട് കുറേ സമയം എടുക്കുന്നതിന് നമുക്ക് വേറൊന്നും ചെയ്യാം. വേറെ കുറേ സമയം എടുക്കും. 66 MB ആണ്, നമുക്ക് വേറൊന്നും ചെയ്യാം. ഇത് എത്ര MB നോക്കാം. ഇത് 80 MB ആണ്. ഇത് വേറൊന്നുണ്ട് 19 MB, അത് ചെയ്യാം. ഇത് ഓഫ് റോഡ് കൂട്ട് തന്നെ ഉള്ളതാണ്. അത് ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡുണ്ട്. നമ്മുടെ മാപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഗെയിമിലോട്ട് പോവാം. ഫ്രണ്ട്സ്, എന്നിട്ട് നമ്മുടെ ഗെയിമിലെത്തിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതെ നമ്മൾ ഗെയിമിൽ തന്നെയാണ് ഇത് നമ്മുടെ വണ്ടി. എന്നാലും ഫസ്റ്റ് മോഡിൽ പോവുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ കൂട്ട് തന്നെ മാപ്പിൽ പോവാതെ ഇത് നമ്മളിത് മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത്തേ പിടിച്ച് ഞെക്കാനകത്ത് ഇവിടെ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത്തേ പിടിച്ച് പ്രസ് ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ നോർമൽ UID തന്നെ വരുന്നതാണ്. ഇത് ആ സിമുലേറ്റർ ID എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യണം, കാരണം ഇത് പുതിയൊരു മാപ്പാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഗെയിം ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് പിടിക്കാം. ഇത് ഭയങ്കര ഓഫ് റോഡിങ് ആയിട്ടുള്ളൊരു മാപ്പാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഓരോ മാപ്പിലും ഓരോ പ്രത്യേകതയാണ്. വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നില്ലേ, കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വണ്ടിയുടെ അകമാണിത്. ഈ വണ്ടി ബാക്കിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് ടോ ചെയ്യാം. ഇതെന്താ ഭയങ്കര വലിയ വണ്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഫ്രണ്ടിലോട്ട് എടുക്കാം. ഹാങ് ബ്രേക്ക് അങ്ങ് വിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട്. വണ്ടി ഭയങ്കര ഇതെന്തോ ഓഫ് റോഡാണ് ഇവിടെ. ഭയങ്കര ഓഫ് റോഡാണ്, വണ്ടി ഓടിയുന്നത് പോലും ഇല്ല. ഓക്കെ, വണ്ടി റോഡ് ഫ്രണ്ട് എടുക്കാം നേരെ. അതിൻ്റെ അത് വണ്ടി ഓടുന്നത് പോലും ഇല്ല. ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മാപ്പാണിത്. ഇച്ചിരി ബാക്ക് എടുക്കാം, നമുക്ക് ബാക്കിൽ നിന്ന് സ്പീഡ് എടുക്കാം.
ഫ്രണ്ട്സ് ഇന്നലെ നമുക്ക് ഈ മാപ്പ് കളിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മുടെ വണ്ടി ഇവിടെ ഫുള്ള് ഗ്ലിച്ച് അടിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇവിടെ പറഞ്ഞത് തൊട്ട് തന്നെ ഭയങ്കര ഹാർഡാണ്. അതെ, നമ്മൾ വെള്ളത്തിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഒരു കാർ ചെയ്തൊക്കെ. കാറിനകത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാര്യങ്ങളെല്ലാം. ഫ്രണ്ട്സ് അതേ കൂട്ട് തന്നെയാണ് നമ്മുടെ നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗെയിമിൽ നമ്മുടെ ആ ആപ്പിൽ പോവുക, ഒരു കാർ ഡൗൺലോഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു കാർ ഡൗൺലോഡ് ചെയ്യുക. കാർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് സ്കിന്നില്ല. നിങ്ങൾ കാറിന് സ്കിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും ഒരു കാർ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ബുഗാട്ടി ബൊളൈഡ് 2024 ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഗ്യാരേജിൽ പോയി നോക്കാം നമ്മുടെ വണ്ടി. ഞാൻ ഇവിടെ ബുഗാട്ടി ബൊളൈഡ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊന്ന് ഓടിച്ചു നോക്കാം. കാരണം ഇത് അതേ കൂട്ടാണ്, പക്ഷേ ഇതിൻ്റെ ലിവറിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് സിംഗിൾ സാധനമാണ്, ഒരു കാര്യം മേടിക്കാനില്ല, ലിവറി ഇല്ല. ആകെ വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന മാത്രമുള്ളൊരു പരിപാടിയേ ഉള്ളൂ. കാരണം ബസ്സുകൾക്കും ട്രക്കുകൾക്കും മാത്രമേ ഈ ലിവറി എന്ന് പറഞ്ഞ സംഭവം ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്കിന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ ബുഗാട്ടി ബൊളൈഡ്. അകത്തുനിന്നൊക്കെ നമ്മളെ നമ്മൾ നിങ്ങളെ കാണിക്കാം. പിന്നെ ആകെ ഒരു ഫീച്ചറേ ഉള്ളൂ, വാതിൽ തുറക്കുന്നത്. അകത്തുനിന്ന് ഫുള്ള് വണ്ടി റിയലാന്നേ പറയത്തുള്ളൂ. ഇതാണ് നമ്മുടെ ബുഗാട്ടി ബൊളൈഡ്. ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു നോക്കാം. ഈ ബുഗാട്ടി ഇത് നല്ലൊരു ബുഗാട്ടി ബൊളൈഡാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അന്നേരം നമ്മുടെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഫുൾ വീഡിയോ കാണുക, കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അന്നേരം വീഡിയോ ഉണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ.